രാവിലെ വേലൂർ മഠത്തിൽ പോകും. ഒരു ബംഗാളി ഗാനം ഭഗവാനെ കുറിച്ചാണ്. ഇത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന ഷിപ്പാണ്. ഇതവിടെ നങ്കൂരിട്ടിരിക്കുകയാണ്. എത്രയോ ഇതാണ് രാമകൃഷ്ണ ആശ്രമം, രാമകൃഷ്ണ മൊണാസ്ട്രി എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇവിടെ പുഴയിൽ നിന്നുള്ള കാഴ്ചയാണ്, നദിയിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇതാണ് രാമകൃഷ്ണ മഠ്. মনে রাখবেন, আমরা যত রকম নাটকদারি করি আর যাই করি দাদা, সুন্দর কাটলায় আত্মঈশ্বরের হাতে। নিঃশ্বাসের বিশ্বাস নাই, তাই দোল খোলালে খুশ। এই দোল যত সময় আছে আমরা. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഞാൻ വേലൂർ മഠത്തിലേക്ക് പോവാണ്. ഇന്നലെ രാത്രി കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പകുതി അടച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് പ്രധാന മന്ദിരം, രാമകൃഷ്ണ പരമഹംസൻ്റെ പ്രതിമയുള്ള കാണേണ്ട സ്ഥലമാണ് ശ്രീരാമകൃഷ്ണ ക്ഷേത്രം. പിന്നെ ഓൾഡ് ടെമ്പിൾ ഓഫ് ശ്രീരാമകൃഷ്ണ, ലിവിംഗ് റൂം ഓഫ് സ്വാമി വിവേകാനന്ദ, മാംഗോ ട്രീ, സ്വാമി ബ്രഹ്മാനന്ദ ടെമ്പിൾ, ഗംഗാ ശാരദാ ദേവി ടെമ്പിൾ, സ്വാമി വിവേകാനന്ദ ടെമ്പിൾ, സമാധി പീഠ, രാമകൃഷ്ണ മ്യൂസിയം. ഇത് രാമകൃഷ്ണ മഠിൻ്റെ ഓഫീസാണ്. ഇവിടുത്തെ പ്രധാന സെലിബ്രേഷൻ ഏകാദശി ദിവസം, പിന്നെ പൂജാ സെലിബ്രേഷൻ, പിന്നെ എന്താ പറയുക, പല രാമനവമി, ശങ്കരാചാര്യയുടെ, ബുദ്ധദേവയുടെ, അങ്ങനെ എല്ലാ സെലിബ്രേഷൻസിൻ്റെയും ലിസ്റ്റാണിത്. ഇത് രാമകൃഷ്ണയുടെ ഓൾഡ് ടെമ്പിളാണ്. ഓൾഡ് ടെമ്പിൾ ഡെയിലി വർഷിപ്പ് ഓഫ് ശ്രീരാമകൃഷ്ണ വാസ് കണ്ടക്റ്റഡ്. ഇതാണ് ശ്രീരാമകൃഷ്ണയുടെ വൃക്ഷം എന്ന മാവ് കണ്ട. ഇവിടെയാണ് വിവേകാനന്ദ സ്വാമിജിയുടെ മാംഗോ. സ്വാമി ഗിരീശാനന്ദജിയാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് മഹാരാജയുടെ റൂമാണിത്. ഇതാണ് ആശ്രമത്തിൻ്റെ അന്തരീക്ഷം. എത്ര പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫീൽ തന്നെ കിട്ടും ഇവിടെ വന്ന് ധ്യാനിക്കുമ്പോൾ. അതിനുള്ളിലാണ് ഞാൻ ധ്യാനിച്ചത്. അപ്പോൾ ധ്യാനിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്കെന്താ പറയുക, കുണ്ടലിനി ഉണരുക എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും അനുഭവിച്ചു. ഞാനൊരിക്കലും പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇതല്ല, ചുമ്മാ ഫേക്കായിട്ട് പറയുകയല്ല. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആ ധ്യാനത്തിൽ മുഴുകും, അറിയാതെ നമ്മൾ മുകളിലേക്ക് നോക്കുന്നു. ആ ഒരു ഒരു പ്രകാശത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ചകൾ ഇവിടെ നമുക്ക് അനുഭവിക്കാം. ഇതാണ് ശാരദാ ദേവി ക്ഷേത്രം. ഇവിടെയാണ് ടെമ്പിൾ സ്റ്റാൻഡ്സ് ഓൺ സ്പോട്ട്. മോർട്ടൽ റിമെയിൻസ് ഓഫ് ദ ഹോളി മദർ വെർ കൺസൈൻഡ് ടു ഫ്ലെയിംസ്. അപ്പോൾ ഇവിടെയാണ് ശാരദാ ദേവിയുടെ അന്ത്യമായിട്ടുള്ള ആ ഒരു ചിതാഭസ്മൊക്കെ എവിടെയാണ് അത് നടന്നത്. ഇവിടുത്തെ ഗംഗാഘാട്ട്. ഇപ്പോൾ ഗംഗ അത്ര പവിത്രമായില്ല എന്നാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് കുളിക്കുന്നില്ല. കാരണം ഇൻഡസ്ട്രിയൽ വേസ്റ്റൊക്കെ ഇവിടെ ഇതിലൂടെ ഒഴുകുന്നുണ്ട്. പക്ഷെ ഒരാളുടെ ഓരോ വിശ്വാസം. ഇവിടുത്തെ വൃക്ഷങ്ങളും ഇതൊക്കെയാണിത്. സ്വാമി വിവേകാനന്ദ
ക്ഷേത്രം 1863-1902 വരെയുണ്ട്. ആദ്യത്തെ രാമകൃഷ്ണ ഭക്തനായ അദ്ദേഹമാണ് വെസ്റ്റേൺ വേൾഡിൽ വേദാന്തയുടെ മെസ്സേജും പിന്നെ രാമകൃഷ്ണ പരമഹംസൻ്റെ സ്പീച്ചസൊക്കെ എല്ലാം സ്പ്രെഡ് ചെയ്തത്. ഇവിടെയാണ് സ്വാമി വിവേകാനന്ദൻ്റെ ചിതാഭസ്മമൊക്കെ ഉണ്ടായത്. അവിടെ 28 January 1924 ആണ് സ്വാമി വിവേകാനന്ദൻ്റെ ടെമ്പിൾ ഇസ് ഓൺ ദ അപ്പർ സ്റ്റോറി ഓഫ് ഓം. പറഞ്ഞ പോലെ ഓം എന്ന ഇതിലാണ് അവിടെ എഴുതിയത് കണ്ട. അതാണ് സ്വാമി വിവേകാനന്ദൻ്റെ റിമെയിൻസൊക്കെ ഇവിടെയാണ് എന്ന് പറയുക ചിത കത്തിച്ചതൊക്കെ. പലതരം വൃക്ഷങ്ങൾ ഇവരുണ്ട് അന്നത്തെ ഓർമ്മകളിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് എന്താ പറയുക വിവേകാനന്ദ സ്വാമിജിയും ശാരദയമ്മയൊക്കെ ഇവിടെ ഈ സ്ഥലത്തൊക്കെയാണ് അവർ നടന്നത്. അതിൻ്റെ പ്രസൻസ് ഇപ്പോഴും ഉണ്ട്. ഇതാണ് സമാധി പീഠ്. On this holy spot, the sacred remains of 7 sannyasi disciples of Bhagavan Sri Ramakrishna was considered. Presently on the eastern side of the Samadhi Peeth towards Ganga. ഇവിടെയാണ് 7 രാമകൃഷ്ണ പരമഹംസൻ്റെ 7 ഭക്തന്മാർ അവരുടെ അന്ത്യ യാത്ര ഇവിടെയായിരുന്നു. ഇവിടെയാണ് അവരുടെ ഫ്ലെയിംസിലെ